Introduction to Accounting Part 2 Chapter Wise Question Discussion and Answers. Question number 21. Use of common unit of measurement and common format of reporting promotes. Options A. Comparability, understandability, relevance. D. Reliability. അപ്പോൾ ഇതിൽ ഓപ്ഷൻസിൽ പറഞ്ഞേക്കുന്നതെല്ലാം 4 ഓപ്ഷൻ തന്നേക്കുന്നതും ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഒരു അക്കൗണ്ടിങ് ഇൻഫർമേഷൻ സിസ്റ്റത്തിൻ്റെ ക്വാണ്ടിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഈ 4 എണ്ണം പറഞ്ഞേക്കുന്നത്. ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ കമ്പാരബിലിറ്റി, അണ്ടർസ്റ്റാൻഡബിലിറ്റി, റിലവൻസ്, റിലയബിലിറ്റി. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുമ്പം യൂസ് ഓഫ് കോമൺ യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റ് ആൻഡ് കോമൺ ഫോർമാറ്റ് ഓഫ് റിപ്പോർട്ടിംഗ് പ്രൊമോട്ട്സ്. അപ്പോൾ ഒരു കോമൺ യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റും ഒരു കോമൺ ഫോർമാറ്റും യൂസ് ചെയ്ത് അക്കൗണ്ടിങ് റിപ്പോർട്ടുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്. ആൻസർ വരുന്നത് കമ്പാരബിലിറ്റി എന്നാണ്. കമ്പാരബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫർമേഷൻ യൂസ്ഡ് ടു ബി കമ്പയറബിൾ. 2 വർഷത്തെ, അപ്പോൾ 2 അല്ല 3 അല്ല, ഒരു എൻറ്റിറ്റി ഫോളോ ചെയ്യുന്ന അക്കൗണ്ടിങ് സിസ്റ്റം നമുക്ക് ഓരോ വർഷം എടുത്ത് വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. അപ്പോൾ അതിനൊരു കോമൺ ആയിട്ട് ഒരു എൻറ്റിറ്റി അക്കൗണ്ടിങ് പോളിസീസ് ഫോളോ ചെയ്യേണ്ടിയുണ്ട്. അപ്പം അതിനെയാണ് കമ്പാരബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത് കമ്പാരബിലിറ്റി ആണ്. അതിൽ തന്നെ ഓപ്ഷൻ ബി നോക്കുവാണെങ്കിൽ അണ്ടർസ്റ്റാൻഡബിലിറ്റി, അതായത് മനസ്സിലാക്കാൻ പറ്റണം. ഒരു ആൾക്ക് റിപ്പോർട്ട് കണ്ടു കഴിഞ്ഞാൽ അത് എന്താണ് അതിൽ പറഞ്ഞേക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റിയിരിക്കണം. റിലവൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു ടൈം പീരീഡ്, നമ്മളിപ്പോൾ 2025 അത് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിനൊരു റിലവൻസ് ഉണ്ടായിരിക്കണം. ഇപ്പോഴും ആ ഉപയോഗിക്കുന്ന അക്കൗണ്ടിങ് ഇൻഫർമേഷൻ സിസ്റ്റം റിലയബിൾ ആയിരിക്കണം, റിലവൻസ് ഉണ്ടായിരിക്കണം. റിലയബിലിറ്റി എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റണം, വിശ്വസനീയമായിരിക്കണം. അതിനെ ഒരു ഫേക്കായിട്ടൊന്നും ആയിരിക്കരുത് എന്നുള്ളതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 22. വിച്ച് ആർ ദ ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അക്കൗണ്ടിങ്. അപ്പം മോളിൽ പറഞ്ഞേക്കുന്ന ഓപ്ഷൻസ് 21ാമത്തെ ക്വസ്റ്റ്യൻ്റെ ഓപ്ഷൻസ് തന്നെയാണ് അതിൽ വരുന്ന ആൻസേഴ്സ് എന്ന് പറയുന്നത്. ഓൾ ഓഫ് ദീസ് ആണ്. അതായത് കമ്പാരബിലിറ്റി ഉണ്ട്, അണ്ടർസ്റ്റാൻഡബിലിറ്റി ഉണ്ട്, റിലവൻസ് ഉണ്ട്, റിലയബിലിറ്റി ഉണ്ട്. ഈ 4 പോയിൻ്റ്. അപ്പോൾ റിലയബിലിറ്റി എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റണം. അക്കൗണ്ടിങ് ഇൻഫർമേഷൻ സിസ്റ്റത്തെ, ആ എൻറ്റിറ്റി യൂസ് ചെയ്യുന്ന, ആ ഓർഗനൈസേഷൻ യൂസ് ചെയ്യുന്ന അക്കൗണ്ടിങ് ഇൻഫർമേഷൻ സിസ്റ്റത്തിനെ നമുക്ക് റിലയബിൾ ആയിരിക്കണം. നമ്മൾ റിലയബിലിറ്റി ഉണ്ടായിരിക്കണം, വിശ്വസിക്കാൻ പറ്റണം. റിലവൻസ് ഉണ്ടായിരിക്കണം. അപ്പോഴത്തെ ടൈം പീരീഡിൽ ഉപയോഗിക്കാൻ, ഈ ഒരു ടൈം പീരീഡിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ടൈപ്പിൽ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ഉപയോഗിച്ചാണോ റിപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ അണ്ടർസ്റ്റാൻഡബിലിറ്റി, എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിലുള്ളതായിരിക്കണം. കമ്പയർ ചെയ്യാൻ പറ്റണം. കമ്പാരബിലിറ്റി എന്ന് പറഞ്ഞാൽ ആ ഒരു എൻറ്റിറ്റി തുടങ്ങിയ സമയം തൊട്ട് ഈ സമയം വരെ ഫോളോ ചെയ്യുന്ന അക്കൗണ്ടിങ് പോളിസീസ് സെയിം ആയിരിക്കണം. എങ്കിലേ നമുക്ക് ഈ ഇയർ വെച്ചിട്ട് അടുത്ത ഇയറിലോട്ടോ ഒക്കെ കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. ഇത് 4 എണ്ണമാണ് ക്വാണ്ടിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 23. വാട്ട് ആർ ദ പ്രൈമറി ഒബ്ജക്റ്റീവ് ഓഫ് അക്കൗണ്ടിങ്? ഫസ്റ്റ് വൺ, മെയിൻറ്റെയിനിങ് റെക്കോർഡ്സ് ഓഫ് ബിസിനസ്. മെയിൻ്റെനൻസ് ഓഫ് റെക്കോർഡ്സ് ഓഫ് ബിസിനസ് എന്ന് പറഞ്ഞാൽ ബിസിനസ് റെക്കോർഡ്സ്, അതായത് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത്. ബുക്സ് ഓഫ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുക. സെക്കൻഡ്, കാൽക്കുലേറ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ്. പ്രോഫിറ്റ് ആണോ ലോസ് ആണോ അത് കാൽക്കുലേറ്റ് ചെയ്യുക. ഡിപ്ലീറ്റ് ദ ഫിനാൻഷ്യൽ പൊസിഷൻ എന്ന് വെച്ചാൽ ഫിനാൻഷ്യൽ പൊസിഷൻ ഇപ്പോൾ എങ്ങനെയാണ്, ഡിക്രീസ് ചെയ്യുന്നുണ്ടോ, ഇൻക്രീസ് ചെയ്യുന്നുണ്ടോ, റെഡ്യൂസ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നോക്കുക. മേക്കർ ഇൻഫർമേഷൻ അവൈലബിൾ ടു വേരിയസ് ഗ്രൂപ്പ്സ് ആൻഡ് യൂസേഴ്സ് എന്ന് വെച്ചാൽ ഒരുപാട് യൂസേഴ്സ് ഉണ്ട് ഒരു എൻറ്റിറ്റിയെ സംബന്ധിച്ചിടത്തോളം. ഇൻറ്റേർണൽ യൂസേഴ്സും എക്സ്റ്റേണൽ യൂസേഴ്സും ഉണ്ട്. അവർക്കെല്ലാം വേണ്ടുന്ന ഇൻഫർമേഷൻ മേക്ക് ചെയ്യുക എന്നുള്ളതാണ് ഒബ്ജക്റ്റീവായിട്ട് പറയുന്നത്. അപ്പോൾ 4 ഒബ്ജക്റ്റീവാണ് പ്രൈമറി ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ്ങിൽ പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 24. വാട്ട് ആർ ദ റോൾ ഓഫ് അക്കൗണ്ടിങ്? ഒന്നാമത്തെ റോള് ലാംഗ്വേജ് ഓഫ് ബിസിനസ്. അക്കൗണ്ടിങ് ഈസ് എ ലാംഗ്വേജ് ഓഫ് ബിസിനസ്. ബിസിനസ്സുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഏക ലാംഗ്വേജ് എന്ന് പറയുന്നത് അക്കൗണ്ടിങ് ആണ്. സെക്കൻഡ് വൺ, ഹിസ്റ്റോറിക്കൽ റെക്കോർഡ്സ്. ഹിസ്റ്റോറിക്കൽ റെക്കോർഡ് എന്ന് പറയുന്നത് വാല്യൂ ഓഫ് ആൻ അസറ്റ് ഓൺ പർച്ചേസ് ഓർ ഇറ്റ്സ് ഒറിജിനൽ വാല്യൂ, അതായത് നമ്മൾ ഒറിജിനൽ വാല്യൂവും പർച്ചേസ് ചെയ്യുന്ന സമയത്തുള്ള വാല്യൂവും തമ്മിലുള്ള ഒരു റെക്കോർഡാണ്. കമ്പാരിറ്റീവ് സ്റ്റഡി പോലെ ഒരു റെക്കോർഡാണ് ഹിസ്റ്റോറിക്കൽ റെക്കോർഡ്സ് എന്ന് പറയുന്നത്. 3, കറണ്ട് എക്കണോമിക്
റിയാലിറ്റി. കറണ്ട് എക്കണോമിക് റിയാലിറ്റി എന്ന് പറയുമ്പം എക്കണോമിക് റിയാലിറ്റി, അതായത് ഇപ്പം എക്സിസ്റ്റിംഗ് എക്കണോമിക് സിറ്റുവേഷൻ എന്താണെന്ന് മനസ്സിലാക്കി ആ എക്സിസ്റ്റിംഗ് സിറ്റുവേഷനുമായിട്ട് നമ്മുടെ അക്കൗണ്ടിങ് അല്ലെങ്കിൽ നമ്മുടെ എൻറ്റിറ്റി എങ്ങനെയാണ് റൺ ചെയ്യുന്നത്, ബിസിനസ് എങ്ങനെയാണ് റൺ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. കറണ്ട് എക്കണോമിക് റിയാലിറ്റി. ഇൻഫോർമേഷൻ സിസ്റ്റം MIS പോലുള്ള മാനേജ്മെൻറ്റ് ഇൻഫോർമേഷൻ സിസ്റ്റം, അത് റിപ്പോർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് അക്കൗണ്ടിങ് റെക്കോർഡ്സ് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി. സർവീസ് ടു യൂസേഴ്സ് എന്ന് വെച്ചാൽ നമുക്കറിയാം ഇൻറ്റേർണൽ യൂസേഴ്സും എക്സ്റ്റേണൽ യൂസേഴ്സിൽ നമുക്ക് കസ്റ്റമേഴ്സ് ഉണ്ട്, സപ്ലയേഴ്സ് ഉണ്ട്, അങ്ങനെയുള്ള ഗവൺമെൻറ് അങ്ങനെയുള്ളവർക്കൊക്കെ സർവീസസ് കൊടുക്കുന്നുണ്ടോ അക്കൗണ്ടിങ്. ഇതൊക്കെയാണ് റോൾ ഓഫ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. Question number 25. What is the meaning of accounting? Accounting is the process of identifying, measuring, recording the business transaction and communicating thereof the required information to the interested users. അതായത് ഇവിടെ മെയിനായിട്ട് പറയുന്നത് ഒരു ബിസിനസ്സുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക ഇടപാടുകൾ രേഖപ്പെടുത്തുന്ന പ്രോസസ്സിനെ, ആ ഒരു പ്രക്രിയയാണ് നമ്മൾ അക്കൗണ്ടിങ് എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത്. അപ്പം മീനിങ് ചോദിച്ചാലും അക്കൗണ്ടിങ്ങിൻ്റെ ഡെഫിനിഷൻ എഴുതിയാലും ഇപ്പോൾ ഡെഫിനിഷൻസ് ഒരുപാട് വ്യക്തികൾ പറഞ്ഞിട്ടുണ്ട്. അതും ഈ പറയുന്ന മീനിങ്, ഇത് രണ്ടും ഏത് ചോദിച്ചാലും നമ്മൾ അക്കൗണ്ടിങ്ങിൻ്റെ മീനിങ്ങോ ഡെഫിനിഷനോ ആയിട്ട് നമുക്ക് പറയാം. എന്തായാലും ബിസിനസ്സിന് ഒരുപാട് ട്രാൻസാക്ഷൻസ് ഇങ്ങോട്ട് ക്യാഷ് വരുന്നത്, അങ്ങോട്ട് പോകുന്നത്, ഇതെല്ലാം റെക്കോർഡ് ചെയ്യപ്പെടുകയാണ്. ഒരു ഇടപാട് നടക്കുന്നു, അത് നമ്മൾ റെക്കോർഡ് ചെയ്യപ്പെടുന്നു. ആ ഒരു പ്രക്രിയയെ പറയുന്ന പേരാണ് അക്കൗണ്ടിങ് എന്ന്. Next question 26. Who are the indirect financial interest in enterprises uses accounting information? അതായത് ഒരു ഇൻഡയറക്റ്റ് ഫിനാൻഷ്യൽ ഇൻട്രസ്റ്റ്, ഒരു എൻ്റർപ്രൈസസിൻ്റെ അക്കൗണ്ടിങ് ഇൻഫർമേഷനിൽ ഇൻഡയറക്റ്റ് ആയിട്ട് ഫിനാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉള്ളത് ആർക്കൊക്കെയാണ്? ഒന്നാമത് പറയുന്നത് റെഗുലേറ്ററി ഏജൻസീസ്, അത് കഴിഞ്ഞ് രണ്ടാമത് ടാക്സ് അതോറിറ്റീസ്, 3 കസ്റ്റമേഴ്സ്, ലേബർ യൂണിയൻ, ട്രേഡ് അസോസിയേഷൻസ്, സ്റ്റോക്ക് എക്സ്ചേഞ്ചസ്. ആദ്യത്തേൽ റെഗുലേറ്ററി ഏജൻസീസ് എന്ന് പറയുന്നുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ ഒരുപാട് റെഗുലേറ്ററി ഏജൻസീസുകളുണ്ട്. ഇപ്പം RBI ഒരു റെഗുലേറ്ററി ഏജൻസിയാണ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. നബാർഡ് ഒരു റെഗുലേറ്ററി ഏജൻസീസാണ്. നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്, സെബി സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. പിന്നെ അത് നമ്മുടെ സ്റ്റോക്കൊക്കെ റെഗുലേറ്റ് ചെയ്യുന്ന ഒരു ഏജൻസിയാണ്, സ്റ്റോക്ക് മാർക്കറ്റൊക്കെ. പിന്നെ IRDAI അതെന്ന് പറഞ്ഞാൽ ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ. ഇൻഷുറൻസ് സെക്ടേഴ്സിനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി വന്നേക്കുന്ന ഒരു റെഗുലേറ്ററി ഏജൻസീസാണ്. അപ്പം ഈ പറഞ്ഞേക്കുന്ന റെഗുലേറ്ററി ഏജൻസീസിനൊക്കെ ഇൻഫർമേഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. നമ്മളൊരു ബിസിനസ് കൺസേൺ അല്ലെങ്കിൽ ഒരു എൻറ്റിറ്റി ആണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഇൻഫർമേഷൻ അവരുമായിട്ട് നമ്മൾ ഷെയർ ചെയ്യേണ്ടി വരും. ടാക്സ് അതോറിറ്റീസ് ഉണ്ട്. ടാക്സ് അതോറിറ്റീസ് എന്ന് പറയുമ്പം CBDT എന്ന് പറയുന്ന ഒരു ഏജൻസി അതോറിറ്റി ഉണ്ട്. സെൻട്രൽ ബോർഡ് ഫോർ ഡയറക്റ്റ് ടാക്സസ്. അവരുമായിട്ട് നമ്മൾ ഫയൽ ചെയ്യുന്നുണ്ടല്ലോ, ടാക്സ് ഫയൽ ചെയ്യുമ്പോൾ അവരുമായിട്ട് നമുക്ക് ഇൻഫർമേഷൻ ഷെയർ ചെയ്യേണ്ടി വരും. കസ്റ്റമേഴ്സുമായിട്ട് ഷെയർ ചെയ്യേണ്ടി വരും. ട്രേഡ് യൂണിയൻസ്, ട്രേഡ് അസോസിയേഷൻസ്, ലേബർ യൂണിയൻ, സ്റ്റോക്ക് എക്സ്ചേഞ്ച്, നാഷണൽ NSE BSE പോലുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളുമായിട്ട് നമുക്ക് ഇൻഫർമേഷൻ ഷെയർ ചെയ്യേണ്ടി വരും. അപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 27. ഹൂ ആർ ദ ഡയറക്റ്റ് ഫിനാൻഷ്യൽ ഇൻട്രസ്റ്റ് ഇൻ എൻ്റർപ്രൈസ് യൂസേഴ്സ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ? നേരത്തെ ക്വസ്റ്റ്യൻ ഇൻഡയറക്റ്റ് ഫിനാൻഷ്യൽ ഇൻട്രസ്റ്റ് ടുവേഴ്സ് എൻ്റർപ്രൈസ് ആയിരുന്നു. ഇപ്പോഴത്തേത് ഡയറക്റ്റ് ഫിനാൻഷ്യൽ ഇൻട്രസ്റ്റ് ആണ് ചോദിക്കുന്നത്. അപ്പം ഡയറക്റ്റായിട്ട് നമ്മുടെ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ആവശ്യമുള്ളവരാരൊക്കെ ആയിരിക്കും? പ്രസൻറ്റ് ആൻഡ് പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റേഴ്സ് ആൻഡ് ക്രെഡിറ്റേഴ്സ് ആയിരിക്കും. നമ്മുടെ പൊട്ടൻഷ്യലായിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ്, അതായത് ഓണേഴ്സ് ഉണ്ട്, ക്രെഡിറ്റേഴ്സ് ഉണ്ട്. പൈസ നമ്മുടെ ബിസിനസ്സിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ എൻറ്റിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാർ, പ്രസൻ്റ്ലി ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരായിരിക്കും ഡയറക്റ്റ് ഫിനാൻഷ്യൽ ഇൻട്രസ്റ്റ് ഇൻ ദ എൻ്റർപ്രൈസ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 28. വാട്ട് ആർ ദ സ്റ്റെപ്സ് ഇൻ അക്കൗണ്ടിങ് പ്രോസസ്?
അപ്പോൾ ഇവിടെ ചോദിച്ചേക്കുന്നത് അക്കൗണ്ടിങ് പ്രോസസ്സിൻ്റെ സ്റ്റെപ്സ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഒരു സൈക്കിൾ എന്തൊക്കെയാണ് എന്നാണ്. അതിന് നമ്മൾ അക്കൗണ്ടിങ്ങിൻ്റെ ഡെഫിനിഷനാണ് ആദ്യം നോക്കേണ്ടത്. അക്കൗണ്ടിങ്ങിൻ്റെ ഡെഫിനിഷൻസ് നമ്മൾ മെയിനായിട്ട് ബേസിക്കായിട്ട് പഠിക്കുന്നത് AICPA എന്ന് പറയുന്ന അത് അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻസ് പറഞ്ഞേക്കുന്ന ഡെഫിനിഷനാണ്. എന്ന് വെച്ചാൽ അക്കൗണ്ടിങ് ഈസ് ആൻ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫയിങ് ആൻഡ് സമ്മറൈസിങ് ഇൻ എ സിഗ്നിഫിക്കൻറ്റ് മാനർ ആൻഡ് ഇൻ ടേംസ് ഓഫ് മണി ട്രാൻസാക്ഷൻസ് ആൻഡ് ഈവൻ വിച്ച് ആർ ഇൻ പാർട്ട് ഓഫ് അറ്റ് ലീസ്റ്റ് ഓഫ് ഫിനാൻഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ഇൻ്റർപ്രിറ്റിംഗ് ദ റിസൾട്ട് ദെയർ ഓഫ്. ഇവിടെ പറയുന്നതിൽ തന്നെ ആ ഒരു പ്രോസസ്സ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നുണ്ട് ആ ഡെഫിനിഷനിൽ തന്നെ. ആദ്യം എന്ന് പറയുന്നത് റെക്കോർഡിങ്, ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് റെക്കോർഡിംഗ് ആണ്. റെക്കോർഡിങ്ങിനകത്ത് നമ്മൾ പറയുന്നത് നമുക്ക് ആദ്യം നമ്മൾ സൈക്കിൾ തുടങ്ങുന്ന ഒരു ബിസിനസ് ട്രാൻസാക്ഷൻ നടക്കുന്ന സമയത്ത് അവിടെ എന്ത് ചെയ്യണം, ഒരു ട്രാൻസാക്ഷൻ വന്ന ആ ട്രാൻസാക്ഷൻ നമ്മൾ എന്ത് ചെയ്യണം, റെക്കോർഡ് ചെയ്യണം. റെക്കോർഡ് ചെയ്യുന്നതിന് പറയുന്നത് പേരാണ് ജേർണലൈസിങ്. ജേർണലൈസ് ചെയ്ത് വെക്കുക, റെക്കോർഡ് ചെയ്ത് വെക്കുക. രണ്ടാമത്തെ സ്റ്റെപ്പ് അതിനെ ക്ലാസിഫൈ ചെയ്യുക. ക്ലാസിഫൈ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്നത് അവിടെ ഒരു ലെഡ്ജർ പ്രിപ്പറേഷനാണ് നടക്കുന്നത് ക്ലാസിഫിക്കേഷനിൽ. മൂന്നാമത്തത് സമ്മറൈസ് ചെയ്യുക. മൂന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ സമ്മറൈസ് ചെയ്യുക ചെയ്യുന്നത്. ഈ ലെഡ്ജറിൽ വന്നേക്കുന്ന അക്കൗണ്ടുകളെല്ലാം നമ്മൾ സമ്മറൈസ് ചെയ്ത ഡോക്യുമെൻറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ട്രയൽ ബാലൻസ് എന്ന്. ട്രയൽ ബാലൻസ് ചെയ്തതിന് ശേഷം അഡ്ജസ്റ്റ്മെൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ ചെയ്തതിന് ശേഷം അനാലിസിസ് ചെയ്ത് ഇൻ്റർപ്രിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫോർത്ത് സ്റ്റെപ്പ്. അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ. ഇൻ്റർപ്രിറ്റ് ചെയ്യുക, അത് കഴിഞ്ഞ് ഏറ്റവും ലാസ്റ്റ് അതിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു 5 സ്റ്റെപ്സാണ് നമ്മുടെ അക്കൗണ്ടിങ് പ്രോസസ്സ് അഥവാ അക്കൗണ്ടിങ് സൈക്കിൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 29. വിച്ച് ഈസ് ദ ഫസ്റ്റ് ബുക്ക് ഓഫ് ഡബിൾ എൻട്രി ബുക്ക് കീപ്പിംഗ്? ഡബിൾ എൻട്രി ബുക്ക് കീപ്പിംഗ് ഉപയോഗിച്ച് ചെയ്ത ആദ്യത്തെ ബുക്ക് ഏതാണെന്നാണ്. അത് നമ്മുടെ സയൻറ്റിഫിക്കലി പറയുമ്പം സുമാ ഡി അരിത്തമെറ്റിക്ക ആൻഡ് ജിയോമെട്ര പ്രിപ്പോർഷൻ അറ്റ് പ്രിപ്പോർഷനബിലിറ്റി എന്ന് പറയുന്നതാണ്. അവിടെ അതിന് റിലവൻസ് എന്ന് പറയുന്നത് ഈ ബുക്ക് എഴുതിയ ഓതർ ലൂക്ക പാസിയോളി, ഫാദർ ഓഫ് അക്കൗണ്ടിങ് എന്നറിയപ്പെടുന്നതാണ് ലൂക്ക പാസിയോളി. ഈ ബുക്ക് പബ്ലിഷ് ചെയ്തത് വെനീസിലാണ് ഇൻ 1494. 1494 ലൂക്ക പാസിയോളി പബ്ലിഷ് ചെയ്ത ബുക്കാണ് ഈ നേരത്തെ പറഞ്ഞ ബുക്ക്. ആ ഒരു ബുക്കാണ് നമ്മൾ ഡബിൾ എൻട്രി ബുക്ക് കീപ്പിംഗ് സിസ്റ്റത്തിൽ ആദ്യമായിട്ട് വന്ന ബുക്ക്. ഡബിൾ എൻട്രി ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്ന സിസ്റ്റം ഉപയോഗിച്ച് ചെയ്ത ആദ്യത്തെ ബുക്ക് ലൂക്ക പാസിയോളി. അതിനകത്ത് മെയിനായിട്ട് നമ്മൾ കീ പോയിൻ്റായിട്ട് നോക്കേണ്ടത് ഓതർ ലൂക്ക പാസിയോളി, ഹീസ് ദ ഫാദർ ഓഫ് അക്കൗണ്ടിങ്. പബ്ലിഷ് ചെയ്തത് വെനീസിലാണ്. ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് ദിസ് ബുക്ക് ഈസ് കൺസിഡേർഡ് ആസ് ദ ഫസ്റ്റ് പബ്ലിഷ്ഡ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ദി ഡബിൾ എൻട്രി ബുക്ക് കീപ്പിംഗ് സിസ്റ്റം. അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യനും ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് തന്നെയാണ്. ഹൂ റോട്ട് ദ ബുക്ക് റിവ്യൂ ഓഫ് അരിത്തമെറ്റിക്ക ജിയോമെട്രിക്ക പ്രിപ്പോർഷൻ അറ്റ് പ്രിപ്പോർഷനേറ്റിലി? ആരാണ് എഴുതിയത് നമ്മൾ പറഞ്ഞതാണ് ലൂക്ക പാസിയോളി, ഫാദർ ഓഫ് അക്കൗണ്ടിങ്. സ്ഥലം എവിടെയാണ്? വെനീസിൽ. ഇയർ പറഞ്ഞേക്കുന്നത് 19 എന്നാണ്, അല്ല 1494 ആണ്. 1494 ഈ ബുക്ക് ഈ ഒരു ഡബിൾ എൻട്രി ബുക്ക് കീപ്പിങ്ങിൽ ആദ്യമായിട്ട് നമ്മൾ ഡബിൾ എൻട്രി ബുക്ക് കീപ്പിംഗ് സിസ്റ്റം ഫോളോ ചെയ്ത് വന്നത്. നെക്സ്റ്റ് 31, ക്വസ്റ്റ്യൻ നമ്പർ 31. ഡാഷ് ഈസ് നോൺ ആസ് happening of consequences to a business concern which consist of transactions and are measurable in monetary term. എന്തിനെയാണ്, അതായത് ഒരു ബിസിനസ് ട്രാൻസാക്ഷനാണ്, അതൊരു ട്രാൻസാക്ഷൻ ബേസിസിലായിരിക്കും, അതിനെ മോണിറ്ററി വാല്യൂവിലായിരിക്കും നമ്മൾ മെഷർ ചെയ്യുന്നത്. അതൊരു ബിസിനസ്സിൽ നടക്കുന്ന ഒരു കോൺസിക്വൻസ് ആയിരിക്കാം, എന്തെങ്കിലും ഒരു സംഭവമായിരിക്കാം, അതിനെ നമ്മൾ മോണിറ്ററി വാല്യൂവിൽ മെഷർ ചെയ്യുന്നു. എന്തിനെയാണ്? അതൊരു എക്കണോമിക് ഈവൻറ്റിനെയാണ്. എക്കണോമിക് ഈവൻ്റ് എന്ന് പറയുമ്പം എക്കണോമിക് ഈവൻ്റ് ബേസിക്കലി ഒരു ബിസിനസ് ഈവൻ്റ് ആണ്. ഇമ്പാക്റ്റ് ദ കമ്പനി ഫിനാൻഷ്യൽ കണ്ടീഷൻ. ആ നടക്കുന്ന ഈവൻ്റ്, ആ ഒരു കോൺസിക്വൻസ് നമ്മുടെ ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ കണ്ടീഷനെ ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ക്യാൻ ബി മെഷേർഡ് ഇൻ മോണിറ്ററി ടേം. അതൊരു മണി വാല്യൂവിൽ നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ ഇക്കണോമിക് ഈവൻറ്റിൻ്റെ മറ്റൊരു പേരാണ് അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻ. ഈസ് ഓൾസോ നോൺ ആസ് അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻ. ഇപ്പോൾ ഒരു എക്കണോമിക് ഈവൻറ്റ്സിന് എക്സാമ്പിൾസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു കമ്പനിയിൽ നിലവിൽ CEO ഇല്ല,
ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഇല്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ ഒരു പുതിയ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറെ അപ്പോയിൻറ്റ് ചെയ്യുന്നു, ഏതെങ്കിലും ഒരു പുതിയ ലേബർ കോൺട്രാക്റ്റിന് നമ്മൾ സൈൻ ചെയ്യുന്നു, എന്തെങ്കിലും ഒരു ന്യൂ മെഷീനറി നമ്മൾ വാങ്ങിക്കുന്നു. ഇതൊക്കെ ഒരു ബിസിനസ് ഈവൻ്റാണ്. ആ ബിസിനസ് ഈവൻറ്റിനെ നമ്മൾ മോണിറ്ററി ടേമിൽ അല്ലെങ്കിൽ ഒരു ട്രാൻസാക്ഷനായിട്ട് മെഷർ ചെയ്യുന്നു ഓർഗനൈസേഷനിൽ. അതിനെയാണ് എക്കണോമിക് ഈവൻറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 32. If an economic event happens outside of the organization is known as. അപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ ഒരു എക്കണോമിക് ഈവൻറ്റ്സ് ഔട്ട്സൈഡിലാണ് നടക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എക്സ്റ്റേണൽ ഈവൻറ്റ്. എക്സ്റ്റേണൽ ഈവൻറ്റ് എന്ന് പറയുന്നത് ഒരു കമ്പനി ഔട്ട്സൈഡ് ഉള്ള ഒരു പാർട്ടിയുമായിട്ട് ഏതെങ്കിലും ഒരു ബിസിനസ് ട്രാൻസാക്ഷനിൽ എൻഗേജ്ഡ് ആവുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എക്സ്റ്റേണൽ ഈവൻറ്റ്. ആ ഒരു എക്സ്റ്റേണൽ ഈവൻറ്റ് കാരണം കമ്പനിയുടെ ഫിനാൻഷ്യൽ, അതായത് കമ്പനി ഫിനാൻഷ്യൽ ചേഞ്ചസ് ഉണ്ടാവുകയാണ്. ഫിനാൻഷ്യൽ പരമായിട്ട് എന്തെങ്കിലും ചേഞ്ചസ് ഡ്യൂ ടു എക്സ്റ്റേണൽ കാസസ് മൂലം ഉണ്ടാവുകയാണെങ്കിലും നമ്മൾ അതിനെ എന്തെന്ന് വിളിക്കുന്നുണ്ട്? എക്സ്റ്റേണൽ ഈവൻറ്റ് എന്ന് വിളിക്കുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 33. ഇഫ് ആൻ എക്കണോമിക് ഈവൻറ്റ് ഹാപ്പൻസ് ഇൻസൈഡ് ദ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷൻ്റെ ഇൻസൈഡിൽ അകത്ത് നടക്കുന്ന ഒരു എക്കണോമിക് ഈവൻറ്റിനെ വിളിക്കുന്നത് ഇൻറ്റേർണൽ ഈവൻറ്റ് എന്നാണ്. ഇൻറ്റേർണൽ ഈവൻറ്റ് എന്ന് പറയുമ്പം ഇറ്റ് ഒക്കേഴ്സ് ഇൻസൈഡ് ദ ഓർഗനൈസേഷൻ ബിറ്റ്വീൻ ദ ഓർഗനൈസേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്സ്. ഏതെങ്കിലും രണ്ട് ഡിപ്പാർട്ട്മെൻറ്റ്, ഒരു ഓർഗനൈസേഷനകത്തുള്ള ഏതെങ്കിലും രണ്ട് ഡിപ്പാർട്ട്മെൻറ്റുകൾ തമ്മിലുള്ള ഒരു ഇക്കണോമിക് ഈവൻറ്റിനെയാണ് ഇൻറ്റേർണൽ എക്കണോമിക് ഈവൻറ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഒരു സപ്ലൈ ഓഫ് റോ മെറ്റീരിയൽസ് ഫ്രം വൺ ഡിപ്പാർട്ട്മെൻറ്റ് ടു അനദർ ഡിപ്പാർട്ട്മെൻറ്റ്. ഇപ്പോൾ ഒരു റോ മെറ്റീരിയൽ മാനുഫാക്ചറിങ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് നമ്മുടെ പ്രോസസ്സിങ് മാനുഫാക്ചറിങ് അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെൻ്റ് ഉള്ളൂ. അപ്പോൾ അവിടുന്ന് ഒരു റോ മെറ്റീരിയൽ അപ്പുറത്തെ ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുക അല്ലെങ്കിൽ സപ്ലൈ ചെയ്യുന്നത് ഒരു ഇൻറ്റേർണൽ എക്കണോമിക് ഈവൻ്റ് ആണ്. പേയ്മെൻറ്റ് ഓഫ് സാലറി ടു എംപ്ലോയീസ്, ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുക, ഏതെങ്കിലും മെഷീനറിക്ക് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുക, ഇതൊക്കെ ഒരു ഇൻറ്റേർണലി നടക്കുന്ന ഈവൻറ്റുകളാണ്. അതാണ് 33ാമത്തെ ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ 34 പറയുന്നത് എക്സ്പ്ലെയിൻ ദ എക്സ്റ്റേണൽ എക്കണോമിക് ഈവൻറ്റ്സ്. എക്സ്റ്റേണലി നടക്കുന്ന എക്കണോമിക് ഈവൻറ്റ് ഒരു ഓർഗനൈസേഷനകത്ത് പുറത്ത് നടക്കുന്ന എക്കണോമിക് ഈവൻറ്റ്സ് ഏതൊക്കെയെന്നാണ്. അതിൽ ഒന്നാമത് പറഞ്ഞിരിക്കുന്ന പേയ്മെൻറ്റ് ഓഫ് മന്ത്ലി റെൻറ്റ് ടു ലാൻഡ് ലോഡ്സ്. ലാൻഡ് ലോഡ്സ് എന്ന് പറയുന്നത് പുറത്തുള്ള ആൾക്കാരാണ്. ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ റെൻറ്റിനെടുത്തേക്കുന്ന ഒരു ലാൻഡ് ആയിരിക്കും, അവർക്ക് നമ്മൾ എന്ത് കൊടുക്കണം? മന്ത്ലി റെൻറ്റ് കൊടുക്കണം. അതൊരു എക്സ്റ്റേണൽ എക്കണോമിക് ഈവൻ്റ് ആണ്. പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽസ് ഫ്രം സപ്ലയേഴ്സ്. സപ്ലയേഴ്സ് എന്ന് പറയുന്നത് ഔട്ട്സൈഡുള്ള ആൾക്കാരാണ്. അവരുടെ കയ്യിൽ നിന്ന് നമ്മൾ റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്തു. അതും ഒരു എക്സ്റ്റേണൽ എക്കണോമിക് ഈവൻ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 35. എക്സാമ്പിൾസ് ഓഫ് ഇൻറ്റേർണൽ എക്കണോമിക് ഈവൻറ്റ്സ്. ഇൻറ്റേർണൽ എക്കണോമിക് ഈവൻറ്റ്സിന് എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? ഒന്നാമത് പറഞ്ഞ റോ മെറ്റീരിയൽസ്, സപ്ലൈ ഓഫ് റോ മെറ്റീരിയൽസ് ഓർ കമ്പോണൻസ് ബൈ ദ സ്റ്റോർ ഡിപ്പാർട്ട്മെൻറ്റ് ടു ദ മാനുഫാക്ചറിങ് ഡിപ്പാർട്ട്മെൻറ്റ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, ഒരു ഓർഗനൈസേഷനകത്ത് പല പല ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. ഇപ്പോൾ ഒരു സ്റ്റോർ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും മാനുഫാക്ചറിങ് ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് റോ മെറ്റീരിയൽസ് സപ്ലൈ ചെയ്യുക. അത് ഇൻറ്റേർണലി നടക്കുന്ന ഒരു ഈവൻ്റ് ആണ്. അതുകൊണ്ട് അതിനെ ഇൻറ്റേർണൽ എക്കണോമിക് ഈവൻറ്റ് എന്ന് പറയുന്നു. അടുത്ത ക്വസ്റ്റ്യൻ 33. In which aspect the definition of accounting, the value of human resources, changes in the managerial policies are important, but none of these are recorded in the books of account. ഇവിടെ നമുക്ക് പറയുന്നത് ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു ബിസിനസ് എൻറ്റിറ്റീസിൽ നമുക്ക് രണ്ട് തരം ചാർജസ് നമ്മൾ എടുക്കുന്നുണ്ട്. ഫിനാൻഷ്യൽ ചാർജസും നോൺ ഫിനാൻഷ്യൽ ചാർജസും. അപ്പോൾ ഫിനാൻഷ്യൽ ചാർജസിൽ നമുക്ക് എന്താണ്? ചാർജസിൽ ഒരു ഫിനാൻഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ടുള്ള ഒരു ട്രാൻസാക്ഷൻ ആയിരിക്കും നടക്കുന്നത്. നോൺ ഫിനാൻഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ എക്സാമ്പിൾ അതാണ്. അതിനെ നമ്മൾ എന്ത് ചെയ്യുക? ഐഡൻറ്റിഫൈ ചെയ്യണം. ഐഡൻറ്റിഫിക്കേഷൻ. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ഐഡൻറ്റിഫിക്കേഷൻ എന്നാണ്. ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറയുമ്പം ഡിറ്റർമിനിങ് വാട്ട് ദ ട്രാൻസാക്ഷൻ ആർ ടു ബി റെക്കോർഡഡ്. അത് റെക്കോർഡ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത്. അപ്പോൾ ഒരു ബിസിനസ് കൺസേൺ അല്ലെങ്കിൽ ഒരു ബിസിനസ് എൻറ്റിറ്റിയിൽ എപ്പോഴും ഫിനാൻഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ട്രാൻസാക്ഷൻസ് മാത്രമേ നമ്മൾ എൻട്രി ചെയ്യത്തുള്ളൂ. ഇവിടെ പറഞ്ഞേക്കുന്നത്
ഒരു ഹ്യൂമൻ റിസോഴ്സ് ചേഞ്ചസ് ഇൻ ദ മാനേജീരിയൽ പോളിസി എന്നാണ്. അപ്പോൾ അതൊരു നോൺ ഫിനാൻഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ടുള്ള ഒരു ഇവൻ്റാണ്. അത് നമ്മൾ എന്ത് ചെയ്യില്ല, ബട്ട് നൺ ഓഫ് ദീസ് ആർ റെക്കോർഡഡ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്. അതിനെ നമ്മൾ എന്ത് ചെയ്യുക, ഐഡൻറ്റിഫൈ ചെയ്യാമെന്നാണ് പറയുന്നത്. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 34 ദ പ്രോസസ് ഓഫ് പ്രസൻറ്റിംഗ് ദ classified data in the manner which is understandable and useful for internal as well as external user of accounting standard is dash. അപ്പം ഇതെന്ന് പറയുന്നത് അക്കൗണ്ടിങ് ഡേറ്റ അതിനെ എന്ത് ചെയ്യുക, ക്ലാസിഫൈഡ് ഡേറ്റ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും അതിനെ യൂസ്ഫുള്ളാക്കി മാറ്റാനും ഉപയോഗിക്കുന്ന അക്കൗണ്ടിങ് സ്റ്റെപ്പിൽ ഏതാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്നാണ്. അപ്പോൾ അക്കൗണ്ടിങ് സ്റ്റെപ്പുകൾ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. റെക്കോർഡിങ്, ക്ലാസിഫയിങ്, സമ്മറൈസിങ്, അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ, കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞ് നമ്മൾ ആ സൈക്കിളും അഥവാ സ്റ്റെപ്പ് നമ്മൾ പറഞ്ഞായിരുന്നു. ആ സ്റ്റെപ്പിൽ നിന്നും ഈ ഡേറ്റയെ നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും യൂസ്ഫുള്ളാക്കി ഇൻറ്റേർണൽ എക്സ്റ്റേണൽ യൂസേഴ്സിന് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാക്കുന്ന പ്രോസസ്സിനെ പറയുന്നത് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ വരുന്നത് സമ്മറൈസിങ് എന്നാണ്. അപ്പോൾ സമ്മറൈസിങ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സമ്മറൈസിങ് എന്ന് പറഞ്ഞാൽ എന്തിനാണ് സമ്മറൈസ് യൂസ് ചെയ്യുന്നത്? ഒരു ഓർഗനൈസേഷൻ്റെ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുക എന്നതുകൊണ്ടാണ് സമ്മറൈസിങ് എന്ന് പറയുന്ന സ്റ്റെപ്പ് കൊണ്ട് മീൻ ചെയ്യുന്നത്. സമ്മറൈസിങ് എന്ന് പറയുന്നത് ലെഡ്ജറിൽ നിന്നും ഐറ്റംസ് എടുത്ത് നമ്മൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുകയാണ് ബേസിക്കായിട്ട് ചെയ്യുന്നത്. ഈ ട്രയൽ ബാലൻസ് എന്തിനാണ് നമുക്ക് യൂസ്ഫുൾ ആവുന്നത്? ഫോർ പ്രിപ്പയറിങ് ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്താൽ മാത്രമേ നമുക്ക് ഒരു ഓർഗനൈസേഷൻ്റെ അൾട്ടിമേറ്റ് റിസൾട്ടായ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ, നെറ്റ് പ്രോഫിറ്റ് ആണോ നെറ്റ് ലോസ് ആണോ എന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ സമ്മറൈസിങ് ഇൻവോൾവ്സ് പോസ്റ്റിംഗ് ഫ്രം ലെഡ്ജർ ടു പ്രിപ്പയർ എ ട്രയൽ ബാലൻസ്. ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ലെഡ്ജറിൽ നിന്നും ലെഡ്ജറിൽ നിന്നും നമ്മൾ സമ്മറൈസ് ചെയ്യുവാണ്. ലെഡ്ജറിലേക്ക് ട്രയൽ ബാലൻസിലേക്ക് നമ്മൾ സമ്മറൈസ് ചെയ്യുവാണ് ലെഡ്ജറിൽ നിന്നും. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? സമ്മറൈസിങ് എന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ 35ാമത്തെ ക്വസ്റ്റ്യനാണ്. ദ സമ്മറൈസിങ് പ്രോസസ് ലീഡ്സ് ടു ദ പ്രിപ്പറേഷൻ ഓഫ് ഡാഷ്. നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ തന്നെ. സമ്മറൈസിങ് പ്രോസസ്സ് എന്തിലേക്കാണ് നയിക്കുന്നത്? ട്രയൽ ബാലൻസ് കിട്ടും സമ്മറൈസ് ചെയ്യുമ്പോൾ. ആ ട്രയൽ ബാലൻസ് ഉപയോഗിച്ച് നമുക്കൊരു ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. എ ട്രയൽ ബാലൻസ്, ബി ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് ഓർ ഗ്രോസ് ലോസ് കിട്ടുന്നു. പി ആൻഡ് എൽ അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് ഓർ നെറ്റ് ലോസ് കിട്ടുന്നു. അവസാനം പൊസഷൻ സ്റ്റേറ്റ്മെൻ്റ് ആയ ബാലൻസ് ഷീറ്റാണ് പൊസഷൻ സ്റ്റേറ്റ്മെൻറ്റ്. ഒരു ഓർഗനൈസേഷൻ്റെ പൊസഷൻ എന്താണ് പൊസഷൻ എന്നറിയുന്ന സ്റ്റേറ്റ്മെൻറ്റ്. അപ്പം സമ്മറൈസിങ് പ്രോസസ് ലീഡ്സ് ടു ട്രയൽ ബാലൻസ്, ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 36. ബൈ വിച്ച് പ്രോസസ് ദ യൂസർ ഓഫ് ദി ഫിനാൻഷ്യൽ ഡേറ്റ ക്യാൻ മേക്ക് യൂസ്ഫുൾ ജഡ്ജ്മെൻറ്റ് ഓഫ് ദി പ്രോഫിറ്റബിലിറ്റി ആൻഡ് ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദ ബിസിനസ്. അപ്പം ഇതിൽ പറയുന്നത് ഫിനാൻഷ്യൽ ഡേറ്റ ഉപയോഗിച്ച് ഒരു മീനിങ് ഫുൾ ജഡ്ജ്മെൻറ്റിലോട്ട് എത്താൻ പറ്റണം. പ്രോഫിറ്റബിലിറ്റി ആണോ, ആ ബിസിനസ് എന്ത് ഫിനാൻഷ്യൽ ലോസിലാണോ പ്രോഫിറ്റിലാണോ പോകുന്നതെന്ന് അറിയാൻ പറ്റണം. ആ ഒരു മീനിങ് ഫുൾ ജഡ്ജ്മെൻറ്റിനെ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? അതിൻ്റെ ആൻസർ വരുന്നത് അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ എന്നാണ്. അപ്പം നമ്മൾ സമ്മറൈസ് ചെയ്ത് കിട്ടുന്ന ട്രയൽ ബാലൻസ് വരെയായി. അത് കഴിഞ്ഞ് ആ ട്രയൽ ബാലൻസ് യൂസ് ചെയ്ത് നമ്മൾ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്തു. അവിടെ നമുക്ക് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റുകൾ എൻട്രീസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് ലാസ്റ്റ് നമുക്ക് എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞ് അതിനെ നമ്മൾ അനാലിസിസ് ചെയ്ത് ഇൻ്റർപ്രിറ്റ് ചെയ്യുമ്പോഴാണ് അതൊരു മീനിങ് ഫുൾ ജഡ്ജ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റബിലിറ്റിയും പ്രോഫിറ്റ് ആണോ ലോസ് ആണോ ആ ഒരു ഫിനാൻഷ്യൽ പൊസിഷൻ ബിസിനസ്സിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 37. ദ സ്റ്റെപ്പ് ദാറ്റ് ഹെൽപ്സ് ഇൻ ദ പ്ലാനിങ് ഫോർ ദ ഫ്യൂച്ചർ ഓഫ് ആൻ ഓർഗനൈസേഷൻ ഈസ്.
അതും ഈ പറഞ്ഞ പോലെ ഒരു ജഡ്ജ്മെൻറ്റ് നമുക്ക് കിട്ടുന്നുണ്ടല്ലോ. ഏത് സ്റ്റെപ്പിൽ നിന്നാണ് നമുക്ക് ജഡ്ജ്മെൻറ്റ് കിട്ടിയത്? അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ കണ്ടപ്പോഴാണ് നമുക്ക് ആ ഒരു ജഡ്ജ്മെൻറ്റ് കിട്ടിയത്. ആ ജഡ്ജ്മെൻറ്റ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഫ്യൂച്ചറിലേക്ക് പ്ലാൻ ചെയ്യുന്നത്. അപ്പം ഏത് സ്റ്റെപ്പാണിത്? സ്റ്റെപ്പ് ദാറ്റ് ഹെൽപ്സ് ഇൻ പ്ലാനിങ് ഫോർ ദ ഫ്യൂച്ചർ ആൻഡ് ഫ്യൂച്ചർ ഓഫ് ദി ഓർഗനൈസേഷൻ നമ്മൾ ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടി എടുക്കുന്ന സ്റ്റെപ്പ് ഏതാണ്? അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ വെച്ചിട്ടാണ്. നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പിലും രണ്ടാമത്തെ സ്റ്റെപ്പ് റെക്കോർഡിങ്ങിലും ക്ലാസിഫയിങ്ങിലും സമ്മറൈസിങ്ങിലും നമുക്ക് ആ ഒരു പ്ലാൻ ചെയ്യാൻ പറ്റില്ല. ഫ്യൂച്ചറിലേക്ക് പ്ലാൻ ചെയ്യണമെങ്കിൽ നമ്മൾ അനാലിസിസും ഇൻ്റർപ്രിട്ടേഷനും കണ്ടാൽ മാത്രമേ നമുക്ക് ഫ്യൂച്ചറിലോട്ട് പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ 38. The systematic knowledge of accounting which refers to the entire body of the theory and practices of accounting is known as. അപ്പം നമ്മൾ ഇതിൻ്റെ ഒരു ഡെഫിനിഷനാണ് ഇവർ പറയുന്നത്. അപ്പം അക്കൗണ്ടൻസി അല്ലെങ്കിൽ അക്കൗണ്ടിങ്ങിൻ്റെ ഡെഫിനിഷൻ തന്നെയാണ് സിസ്റ്റമാറ്റിക് നോളജ് ഓഫ് അക്കൗണ്ടിങ് വിച്ച് റെഫേഴ്സ് ടു ദ എൻറ്റിറ്റി ബോഡി എൻറ്റയർ ബോഡി ഓഫ് ദ തിയറി ആൻഡ് പ്രാക്ടീസസ് ഓഫ് അക്കൗണ്ടിങ് ഈസ് നോൺ ആസ്. അപ്പം അക്കൗണ്ടൻസിയാണ്. അക്കൗണ്ടൻസി എന്ന് പറയുന്നത് ഒരു പ്രോസസ് ഓഫ് റെക്കോർഡിങ് ദ ഇൻഫർമേഷൻ ഫോർ ഫ്യൂച്ചർ എന്ന് പറയുന്ന ഒരു പർപ്പസാണ്. അപ്പം ഇതൊരു അക്കൗണ്ടൻസിയുടെ ഒരു ഡെഫിനിഷനായിട്ടാണ് നമ്മൾ പറയുന്നത് ഇവിടെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 39. The quantification of business transaction in a financial term by using monetary unit is called dash. അപ്പോൾ എന്തെങ്കിലും ഒരു മോണിറ്ററി യൂണിറ്റിൽ നമുക്കതിനെ അത് മെഷർ ചെയ്യാം. മെഷർമെൻ്റ് ആണ് അതിൻ്റെ ആൻസർ വരുന്നത്. യൂണിറ്റ് അപ്പോൾ നമ്പർ ഓഫ് യൂണിറ്റ് ഇൻ ടേംസ് ഓഫ് അവർ, ഇൻ ടേംസ് ഓഫ് നമ്പർ ഓഫ് ലേബേഴ്സ്, ഇൻ നമ്പർ ഓഫ് ജോബ്സ് എന്നൊക്കെ പറഞ്ഞ് അതിനെ അതൊരു മെഷറബിൾ ആയിട്ടുള്ള ഒരു ഈവൻ്റ് ആണ്. അല്ലെങ്കിൽ ഒരു അനാലിസിസിൽ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊരു മെഷർമെൻ്റ് ആണ്. അപ്പം ഇതിനെ പറയുന്നത് ഇവിടെ പറയുന്നത് ബിസിനസ് ട്രാൻസാക്ഷൻ ഇൻ ഫിനാൻഷ്യൽ ടേം ബൈ യൂസിങ് മോണിറ്ററി യൂണിറ്റ് ഈസ് കാൾഡ് മെഷർമെൻ്റ് ആണ് അതിൻ്റെ ആൻസർ വരുന്നത്. അപ്പോൾ ഒരു ഫേമിൽ നമുക്കൊരു ഫേം എന്ത് ചെയ്യാണ്, നമ്മൾ അലോ ചെയ്യുവാണ് ടു അനലൈസ് ദ റെക്കോർഡ്സ്. കമ്പയർ ചെയ്ത് നമുക്ക് പഴയ റെക്കോർഡുകളെല്ലാം വെച്ച് കമ്പയർ ചെയ്തിട്ട് അതിൻ്റെ വേരിയബിലിറ്റിയൊക്കെ നമുക്ക് പരിശോധിക്കാൻ വേണ്ടി നമുക്കൊരു യൂണിറ്റ് അല്ലെങ്കിൽ ഒരു യൂണിറ്റോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്പെസിഫിക് ടേം വെച്ച് പറയുന്നതാണ് മെഷറബിലിറ്റി എന്ന് പറയുന്നത്. മെഷർമെൻറ്റ് എന്നൊക്കെ പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 14 ആണ് പറയുന്നത് വിച്ച് ഈസ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇൻ എക്കണോമിക് ഈവൻറ്റ്സ് ആഫ്റ്റർ ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് മെഷർമെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ ടേംസ് ഈസ്. അപ്പോൾ ഇവിടെ പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തില്ല. സ്റ്റെപ്പ് എവിടെ നിൽക്കുകയാണ്? എക്കണോമിക് ഈവൻറ്റിൽ നിൽക്കുകയാണ്. നമ്മൾ പറഞ്ഞു 2 ടൈപ്പ് എക്കണോമിക് ഈവൻറ്റ്സ് ഉണ്ട്. ഇൻറ്റേർണൽ എക്കണോമിക് ഈവൻറ്റ്സും എക്സ്റ്റേണൽ എക്കണോമിക് ഈവൻറ്റ്സും. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാണ്? ഐഡൻറ്റിഫിക്കേഷൻ ചെയ്ത് അതിനെ മെഷർമെൻറ്റ് വരെ ആക്കിയിട്ട് നമ്മൾ എന്താണ് അടുത്ത് ചെയ്യേണ്ടതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അടുത്ത് നമ്മൾ നമ്മുടെ സർക്കിളിലോട്ട് വരണം. എവിടെയാണ്? നമ്മൾ റെക്കോർഡിങ്, ക്ലാസിഫയിങ്, സമ്മറൈസിങ്, അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ. അപ്പം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് മെഷർമെൻറ്റും ചെയ്തതിന് ശേഷം പിന്നെ ചെയ്യേണ്ടത് എന്താണ്? വിച്ച് ഈസ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇൻ എക്കണോമിക് ഈവൻറ്റ് ആഫ്റ്റർ ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് മെഷർമെൻറ്റ് ഇൻ ഫിനാൻഷ്യൽ ടേം ഈസ് കാൾഡ് റെക്കോർഡിങ്. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? റെക്കോർഡ് ചെയ്യുകയാണ്, അതിനെ ജേർണലൈസ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പം ഇത്രേ ക്വസ്റ്റ്യനേ ഉള്ളൂ. താങ്ക് യു.